ഹലോ ഓൾ. അപ്പോൾ കുറേ ആയി എല്ലാവരും പറയുന്നു ഫുൾ വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അന്നൊരു ഫുൾ വീഡിയോ ഇട്ട് കളയാം. അങ്ങനെ ഇത് കഴിഞ്ഞ സൺഡേ എടുത്തൊരു വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാണ് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ചപ്പാത്തി ചുടുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ കട്ടന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി നമ്മൾ മറ്റേ പാക്കറ്റ് ചപ്പാത്തി വാങ്ങലാണ് പതിവ്. പൊടി കുഴച്ചുണ്ടാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരു ചെറിയ സ്കില്ല് കാണിച്ചതാണ്, അവിടെ പാളിപ്പോയി. ക്യാമറ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് പാളിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ ഇക്കു വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇക്കു ചപ്പാത്തി ചുടുന്നതാണ് ഈ കാണുന്നത്. ഒരു പൊടിക്ക് കരിഞ്ഞു പോയി, എന്നാലും സീനില്ല. നല്ല കൊച്ചായിട്ട് നല്ല രീതിയിലൊക്കെ ചപ്പാത്തി ചുടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കണേ. അപ്പോൾ അപ്പുറ സൈഡ് ചായക്ക് വെള്ളം ഇതായി തേയിലൊക്കെ ഇട്ട് അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇനി ബാക്കി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റിനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ക്യാരറ്റും തക്കാളിയും സവാളയൊക്കെ കൂടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൂടെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഞങ്ങളുടെ റൂമിൽ ഇത്ര ഉണ്ടായുള്ളൂ, അതുകൊണ്ട് അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് അങ്ങ് എടുത്തിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തുള്ളൂ. നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഓംലെറ്റാണിത്. ഇപ്പം ഞാൻ പെപ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പാനിൽ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മൾ 2 ഓംലെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഞാൻ എപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയാലും ഞാൻ മൂടി വെച്ചേ ഉണ്ടാക്കുള്ളൂ. അതുപോലെ തന്നെ എപ്പോൾ ഉണ്ടാക്കിയാലും കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം കരിയാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കിയാലും ഞാൻ മൂടി വയ്ക്കും. അപ്പോൾ ഇത് ഏതായാലും മൂടി വെക്കണം, എന്നാലാണ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചു. ആസ് യൂഷ്വൽ അപ്പോൾ അപ്പുറ സൈഡ് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എന്ത് സാധനങ്ങൾക്കും ഉള്ള കരിഞ്ഞൊരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. കാരണം ശീലമായി ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കരിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓംലെറ്റ് റെഡി ആയി. പിക്കുവിനിത് വേണ്ടാന്ന് പറഞ്ഞു കരിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. പിക്കുവിനുള്ള അടുത്ത ഓംലെറ്റും ഉണ്ടാക്കി. അത് ഇക്കു സ്വയം ഉണ്ടാക്കിക്കോളാം, ഞാൻ കരിച്ച് കളയെന്നും പറഞ്ഞ് ഇക്കു സ്വയം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ചായ അരിച്ചൊഴിക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ കപ്പിലേക്ക് ചായ അരിച്ചൊഴിച്ചു. അപ്പോൾ ഇക്കുവിൻ്റെ ഓംലെറ്റ് മറിച്ചിടാൻ പോണതാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു വെന്തിട്ടില്ല മറിക്കരുതെന്ന്, കേട്ടില്ല. അങ്ങനെ അത് മറക്കാൻ പോയി. വേവാത്ത മുട്ട മറിച്ച് അത് പൊട്ടിപ്പോവും എന്നാണ് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. അത് പറഞ്ഞിട്ട് കേട്ട് ഇത് മറിക്കാൻ പാടുപെടുന്നതാണ് നിങ്ങൾ കാണുന്നത്. വെന്തിട്ടില്ലാത്തതുകൊണ്ട് അത് മര്യാദയ്ക്ക് വന്നില്ല. അതുപോലെ തന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പൊട്ടി അങ്ങനെ ഓംലെറ്റ് ആകെ തവിട്ട് പൊടിയായി ഗൈസ്. ഇനി അത് മറക്കാന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഇതെൻ്റെ കയ്യിലേക്ക് ഉടനെ കൈമാറും എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ലാസ്റ്റ് കൈമാറിട്ടോ, ഞാൻ തന്നെ അത് മറിച്ച് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് വീണ്ടും തിരിച്ച് പാനിലേക്ക് ഇട്ട് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ നമ്മൾ എഗ്ഗും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടന്നുറങ്ങി. നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും പുറത്ത് പോകാനായിട്ട് ഇറങ്ങി. ഇതായിരുന്നു ഞാൻ ഇട്ടത്. ഇതെൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഈ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയുടെയൊക്കെ കുറച്ച് ഫുട്ടേജാണ്. പിന്നെ ഇനി ഞാൻ ഫുൾ വീഡിയോസ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വോയിസ് ഓവർ കൊടുത്തതാണോ അത് ലൈവായിട്ട് സംസാരിക്കുന്നതാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നൊക്കെ ഉള്ള സജഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കോമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഡിന്നർ ബുഫേ കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് കമ്മനഹള്ളിയിലുള്ള ഇന്ത്യൻ ഖാന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ നോൺ വെജ് ബഫേക്ക് 300 സംതിങ് ആണ് വരുന്നുള്ളൂ. നമ്മളൊരു റീല് കണ്ടിട്ട് തപ്പിപ്പിടിച്ച് നമ്മൾ പോകുന്നതാണ്. അവിടെ ചെന്നു. ഇതാണ് അവൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ആംബിയൻസൊക്കെ ഒരു ആവറേജ് ആണ്, പക്ഷേ ഫുഡ് നല്ലതാട്ടോ. ആ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ള ഫുഡൊക്കെയാണ്. നമ്പർ ഓഫ് ഫുഡ്സ് കുറവാണെങ്കിലും പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ജ്യൂസും സാലഡ്സും ചിക്കൻ ഫ്രൈ, കബാബ്, പിന്നെ റൈസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ എടുക്കുള്ളൂ. എല്ലാത്തിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാനെടുത്തത്. ഞാനെടുത്തത് ഫ്രൈഡ് റൈസും കബാബും ഫിഷ് ഫ്രൈയും സാലഡ്സും ആണ്. പിന്നെ ഫ്രൈംസ് പോലത്തെ സാധനം.
ലൈം ജ്യൂസും. ഇക്കു ചിക്കൻ ബിരിയാണി എടുത്തു, ചിക്കൻ ദം ബിരിയാണി. എനിക്കിങ്ങനെ ഈ ഒരു ചെന്നൈ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുന്ന മസാലദാർ ചിക്കൻ ബിരിയാണി എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അപ്പോൾ ഇക്കു അത് കഴിച്ചു, ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. ഇതാണ് ഫ്രൈഡ് റൈസും സാലഡ്സ്, ചിക്കൻ ഫ്രൈ ഒക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്തത് ബട്ടർ നാൻ എടുത്തു. ബട്ടർ നാൻ അല്ല, തന്തൂരി നാനായിരുന്നു. നാൻ എടുത്തു. ഞാൻ നാൻ കഴിച്ചു, ചിക്കൻ ഫ്രൈയും കൂട്ടി. ഇക്കു ഫ്രൈഡ് റൈസ് കഴിക്കുമായിരുന്നു. ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ ശരിക്കും, അത് ചിക്കൻ കബാബാണ്. ചിക്കൻ ഫ്രൈ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ കറി വെച്ചിട്ട് ഒരു 3-ാമത്തെ ദിവസമൊക്കെ ചൂടാക്കി അത് വറ്റിപ്പോണ ഒരു പരിപാടി. അതാണ് ഇവിടെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, ഞാൻ അതെടുത്തില്ല. അതുകൊണ്ട് ഈ കബാബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിച്ച് കയറ്റിയത്. ഫ്രൈഡ് റൈസ് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ, കുറ്റം പറയാനൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. എനിക്ക് കൂടുതലും ബട്ടർ നാനാട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ നാൻ ഇച്ചിരി പാടുപെട്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഈയിടെയായിട്ട് ഫുഡ് എന്ത് കിട്ടിയാലും ഒന്ന് മണത്ത് നോക്കണ സ്വഭാവം എനിക്കുണ്ട്. എനിക്കറിയാതെ കൊള്ളൂലാന്ന് എന്നാലും ഉണ്ട്. അപ്പോൾ കണ്ടോ ഗൈസിക്കോ അടുത്ത സെറ്റ് എടുത്തുകൊണ്ട് വരുന്ന വരവാണ് ഈ കാണുന്നത്. ഇതിലെടുത്തേക്കുന്നത് ദോശയും സാമ്പാറും ചട്നിയുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനും ഇക്കും കൂടെ ദോശയും സാമ്പാറും ചട്നിയും കഴിച്ചു. ദോശയും സാമ്പാറും വലിയ കുഴപ്പമുണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതലും നെയ് റോസ്റ്റ് ഫാനാട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ക്യൂട്ട് കോണ്ടൻറ്റ് കൂടി തന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കോപ്രായൊക്കെ കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇക്കു പായസം എടുത്തുകൊണ്ട് വന്നു. ഡിസേർട്ടായിട്ടുണ്ടായിരുന്നത് ഈ പായസമാണ്. ഇതെന്ത് പായസമാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, പായസം ഒന്നറിയാം. ഇതിൽ അരിയുണ്ട്, പരിപ്പുണ്ട്, കുറേ നെയ്യുണ്ട്, മധുരമുണ്ട്, പായസം. അങ്ങനെ പായസമൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ഇതാണ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. നേരെ ഓപ്പോസിറ്റ് വെസ്റ്റ് സൈഡ് ഉണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്. പിന്നെ ഈ ഒരു വഴി തന്നെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി, നമ്മൾ ഇറങ്ങി അവിടെ തന്നെ ഉള്ളൊരു സ്ട്രീറ്റ് ഷോപ്പാണിത്. കുറേ വളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ രാത്രി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക.